പറഞ്ഞു, അതെ ചിലപ്പോഴേ ഭഗവാൻ വേറൊരു കുറിപ്പ് കൂടെ എഴുതി സൂക്ഷിക്കുന്നുണ്ട്, അതിൽ ചിലപ്പോൾ എൻ്റെ പേര് കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ അതൊന്ന് കാണണമെന്നായി നാരദൻ കേട്ടോ. വേഗം ഭഗവാന്റെ അടുത്തേക്ക് ഓടി. അപ്പോൾ വേറൊരു കുറിപ്പ് കൂടെ അങ്ങയുടെ കയ്യിലുണ്ടല്ലോ, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞേ, നേരത്തെ കണ്ടത് എന്നെ പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ പേരാണല്ലോ, ഇപ്പം ഈ എഴുതിയിരിക്കുന്നതിൽ ഞാൻ ചിന്തിക്കുന്ന ഭക്തരുടെ പേരാണ്. എൻ്റെ മനസ്സിൽ ഞാൻ ആ ഭക്തരെ ഞാൻ കാണുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന ഭക്തരുടെ പേരാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് തരുമെന്ന് നിർബന്ധിച്ച് ചോദിച്ച ഭഗവാൻ അതും നൽകി നാരദനെ. നോക്കിയപ്പോൾ അതിലെ ഏറ്റവും മുകളിലായിട്ട് ഹനുമാന്റെ പേര് എഴുതിയിരിക്കുന്നു. തൻ്റെ പേരാണെങ്കിൽ അത് നാരദൻ്റെ പേരാണെങ്കിൽ അതിൽ കാണാനുമില്ല. അപ്പോഴാണ് നാരദർക്ക് മനസ്സിലായത് ഭഗവാൻ ചിന്തിക്കണം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന്. അങ്ങനെ ചെറിയൊരു അഹങ്കാരത്തിന് ഒരു കൊട്ടു കൊടുത്തു ഭഗവാൻ. അതാണ് പറയുന്നത്, ഭഗവാൻ നമ്മളെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ നമ്മൾ എപ്രകാരമുള്ളവരായിരിക്കണം? ഒരു തരി പോലും അഹങ്കാരം ഉണ്ടായിരിക്കരുത്, നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയാണ് ഉണ്ടായിരിക്കേണ്ടത്, വിനയമാണ്, ലാളിത്യമാണ് ഉണ്ടായിരിക്കേണ്ടത്.